ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LGS 2024 ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ SCERT സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മണ്ണ് ഉപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്നറിയപ്പെടുന്നത്. മണ്ണ് ഉപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണ് ഹൈഡ്രോപോണിക്സ്. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ചിങ്ങം 1. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം 1-നാണ്. ഏത് നദിയുടെ തീരത്താണ് 1902 കേരളത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചത്? പെരിയാറിൻ്റെ തീരത്ത്. പെരിയാറിൻ്റെ തീരത്താണ് 1902 കേരളത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത്. ചവിട്ടുനാടകം എന്ന കലാരൂപം കേരളത്തിൽ പ്രചരിപ്പിച്ചതാരാണ്? പോർച്ചുഗീസുകാർ. ചവിട്ടുനാടകം എന്ന കലാരൂപം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. കോൺഗ്രസ്സിലെ തീവ്രവാദി വിഭാഗത്തിൻ്റെ നേതാവാരായിരുന്നു? ബാലഗംഗാധര തിലകനാണ്. കോൺഗ്രസ്സിലെ തീവ്രവാദി വിഭാഗത്തിൻ്റെ നേതാവ് ബാലഗംഗാധര തിലകനും മിതവാദി വിഭാഗത്തിൻ്റെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെയുമായിരുന്നു. കേരളത്തിൽ 2001 ഉരുൾപൊട്ടൽ നടന്ന അമ്പൂരി എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. കേരളത്തിൽ 2001 ഉരുൾപൊട്ടലുണ്ടായ അമ്പൂരി എന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിലാണ്. ഭൂമിയുടെ ഏകദേശ പ്രായം എത്ര കോടി വർഷമാണ്? 450 കോടി വർഷം. ഭൂമിയുടെ ഏകദേശ പ്രായം 450 കോടി വർഷമാണ്. ആൽക്കലി സ്വഭാവമുള്ള കുമ്മായം മണ്ണിൽ ചേർക്കുന്നത് എന്തിനാണ്? മണ്ണിൻ്റെ ആസിഡ് സ്വഭാവം കുറയ്ക്കാൻ. ആൽക്കലി സ്വഭാവമുള്ള കുമ്മായം മണ്ണിൽ ചേർക്കുന്നത് മണ്ണിൻ്റെ ആസിഡ് സ്വഭാവം കുറയ്ക്കാനാണ്. കടൽ ജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 8. കടൽ ജലത്തിൻ്റെ pH മൂല്യം 8 ആണ്. മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂറിക് ആസിഡ്. മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂറിക് ആസിഡാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ്. പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്ന പ്രായം എത്രയാണ്? ഏകദേശം 6 മാസം പ്രായമാകുമ്പോഴാണ് മനുഷ്യരിൽ പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത്. ഉച്ഛ്വാസവായുവിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ്റെ അളവ് എത്രയാണ്? 21%. ഉച്ഛ്വാസവായുവിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ്റെ അളവ് 21%. നിശ്വാസവായുവിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ്റെ അളവ് എത്രയാണ്? 15%. നിശ്വാസവായുവിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ്റെ അളവ് 15%. ഉഭയജീവികൾ വെള്ളത്തിനടിയിൽ ശ്വസനം നടത്താൻ ഉപയോഗിക്കുന്ന ശരീരാവയവം ഏതാണ്? ത്വക്ക്. ഉദാഹരണം പറഞ്ഞാൽ തവള വെള്ളത്തിനടിയിൽ ശ്വസിക്കാൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ ത്വക്ക് ഉപയോഗിച്ചാണ് ശ്വസിക്കുന്നത്. കരയിൽ ശ്വാസകോശം ഉപയോഗിച്ചാണ് ശ്വസിക്കുന്നത്. അപ്പോൾ ഉഭയജീവികൾ വെള്ളത്തിനടിയിൽ ശ്വസനം നടത്താൻ ഉപയോഗിക്കുന്ന അവയവം ഏതാണ്? ത്വക്കാണ്. ചുവന്ന വിയർപ്പ് കണമുള്ള ജീവി ഏതാണ്? ഹിപ്പോപ്പൊട്ടാമസ്. ചുവന്ന വിയർപ്പ് കണമുള്ള ജീവി ഹിപ്പോപ്പൊട്ടാമസ് ആണ്. പക്ഷികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 4. പക്ഷികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 4. മനുഷ്യൻ്റെ ഹൃദയത്തിൽ എത്ര അറകളാണുള്ളത്? 4 തന്നെയാണ്. പക്ഷികൾക്കും മനുഷ്യനും ഹൃദയത്തിൽ 4 അറകളാണ് ഉള്ളത്. ഊർജ്ജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 14. ഊർജ്ജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 14 ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ വ്യക്തി ആരാണ്? യൂറി ഗഗാറിൻ. റഷ്യക്കാരനായ യൂറി ഗഗാറിനാണ് ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ വ്യക്തി. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവി ഏതാണ്? ലൈക്ക എന്ന നായയാണ്. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവി ലൈക്ക എന്ന നായയാണ്. എത്ര ദൂരം അകലെ നിന്നാണ് സ്നെല്ലൻ ചാർട്ടർ വായിക്കേണ്ടത്? 6 മീറ്റർ. 6 മീറ്റർ ദൂരത്തു നിന്നും വേണം സ്നെല്ലൻ ചാർട്ടർ വായിക്കേണ്ടത്. ബിഹു ഏത് സംസ്ഥാനത്തെ ആഘോഷമാണ്? അസം. ബിഹു എന്നത് അസമിൻ്റെ ദേശീയ ആഘോഷമാണ്. സത്യശോധക് സമാജ് എന്ന സംഘടന സ്ഥാപിച്ച ആരാണ്? ജ്യോതിറാവു ഫുലെ. സത്യശോധക് സമാജ് എന്ന സംഘടന സ്ഥാപിച്ചത്
ജ്യോതിറാവു ഫുലെയാണ്. കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാണ്? 1809. 1809 വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത്. സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്നതിനായി നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? സമ്പൂർണ്ണ. സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്ന പദ്ധതിയാണ് സമ്പൂർണ്ണ. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. കൃഷി, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം എന്നിവ ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത്? പ്രാഥമിക മേഖല. കൃഷി, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം എന്നിവ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. കാർഷിക മേഖല എന്നറിയപ്പെടുന്നത് ഏത് മേഖലയാണ്? പ്രാഥമിക മേഖല. പ്രാഥമിക മേഖല കാർഷിക മേഖല എന്ന പേരിലും അറിയപ്പെടുന്നു. അതുപോലെ ദ്വിതീയ മേഖല വ്യാവസായിക മേഖല എന്നും അറിയപ്പെടുന്നുണ്ട്. വ്യാവസായിക മേഖല എന്നറിയപ്പെടുന്നത് ദ്വിതീയ മേഖലയാണ്. ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതെല്ലാമാണ്? വ്യവസായം, വൈദ്യുതി, കെട്ടിട നിർമ്മാണം എന്നിവയൊക്കെ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. അടുത്ത തൃതീയ മേഖലയാണ്. തൃതീയ മേഖലയാണ് സേവന മേഖല എന്ന പേരിലും അറിയപ്പെടുന്നത്. അപ്പോൾ ഈ തൃതീയ മേഖല അഥവാ സേവന മേഖലയിൽ ഉള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT, ഇതുകൂടാതെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവയൊക്കെയാണ് സേവന മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന വിഷയങ്ങൾ. വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT എന്നിവയൊക്കെ ഉൾപ്പെടുന്നത് സേവന മേഖലയിലാണ്. ഇന്ത്യയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ബീഹാർ. ഇന്ത്യയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ കൂടുതലുള്ള സംസ്ഥാനം ബീഹാറാണ്. ഇന്ത്യയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ കുറവുള്ള സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ കുറവുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? 2006. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് നിലവിൽ വന്ന വർഷം 2006 ആണ്. അന്നജത്തിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ടെസ്റ്റ് ഏതാണ്? അയഡിൻ ടെസ്റ്റ്. അന്നജത്തിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ടെസ്റ്റ് അയഡിൻ ടെസ്റ്റാണ്. നിയമനിർമ്മാണ സഭകളിൽ അവതരിപ്പിക്കുന്ന നിയമത്തിൻ്റെ കരട് രൂപം അറിയപ്പെടുന്ന പേരെന്താണ്? ബില്ല്. നിയമനിർമ്മാണ സഭകളെന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ്, പിന്നെ സംസ്ഥാനങ്ങളിൽ നിയമസഭകൾ, ഇവയൊക്കെയാണ് നിയമനിർമ്മാണ സഭകൾ. ഇവിടെ അവതരിപ്പിക്കുന്ന നിയമത്തിൻ്റെ കരട് രൂപം അറിയപ്പെടുന്നത് ബില്ല് എന്ന പേരിലാണ്. പാർലമെൻറ്റിൻ്റെ 2 സമ്മേളനങ്ങൾക്കിടയിലെ കൂടിയ ദൈർഘ്യം എത്രയാണ്? 6 മാസം. പാർലമെൻറ്റിൻ്റെ 2 സമ്മേളനങ്ങൾക്കിടയിലെ കൂടിയ ദൈർഘ്യം 6 മാസമാണ്. അപ്പോൾ 6 മാസത്തിനപ്പുറം 2 സമ്മേളനങ്ങൾക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോക്സഭയിലാണ്. ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. ഒരു ബില്ല് നിയമമാകുന്നത് ആര് ഒപ്പുവെക്കുന്നതോടു കൂടിയാണ്? രാഷ്ട്രപതി. ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ മാത്രമേ ഒരു ബില്ല് നിയമം ആകുകയുള്ളൂ. കേരളത്തിൽ സുനാമി ഉണ്ടായത് എന്നാണ്? 2004 ഡിസംബർ 26. കേരളത്തിൽ സുനാമി ഉണ്ടായത് 2004 ഡിസംബർ 26 ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള ഉപകരണം ഏതാണ്? സീസ്മോഗ്രാഫ്. ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള ഉപകരണം സീസ്മോഗ്രാഫാണ്. ഭൂകമ്പ സമയത്ത് പുറപ്പെടുന്ന ഊർജത്തിൻ്റെ തീവ്രത അളക്കുന്ന തോത് ഏതാണ്? റിക്ടർ സ്കെയിൽ. ഭൂകമ്പ സമയത്ത് പുറപ്പെടുന്ന ഊർജത്തിൻ്റെ തീവ്രത അളക്കുന്ന തോതാണ് റിക്ടർ സ്കെയിൽ. ഇതുവരെ കണക്കാക്കിയതിൽ വെച്ച് ഏറ്റവും തീവ്രത കൂടിയ ഭൂകമ്പം ഉണ്ടായത് എവിടെയാണ്? ചിലി. ഇതുവരെ കണക്കാക്കിയതിൽ വെച്ച് ഏറ്റവും തീവ്രത കൂടിയ ഭൂകമ്പം ഉണ്ടായത് ചിലിയിലാണ്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന റിയർ വ്യൂ മിറർ ഏത് തരം മിററാണ് അല്ലെങ്കിൽ ദർപ്പണമാണ്? കോൺവെക്സ് ദർപ്പണം. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന റിയർ വ്യൂ മിറർ കോൺവെക്സ് മിററാണ്. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ടാർട്ടാറിക് ആസിഡ്. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡാണ്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന അർത്ഥം വരുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന അർത്ഥം വരുന്ന വാതകം ഹൈഡ്രജനാണ്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്ററാണ്.
അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജൻ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജനാണ്. 78% നൈട്രജനാണ്. രണ്ടാം സ്ഥാനം ഓക്സിജനാണ്. 21%മാണ് ഓക്സിജൻ്റെ അളവ്. മത്സ്യങ്ങൾ കേടുവരാതിരിക്കാനായി മത്സ്യങ്ങൾ ഇട്ടുവെച്ച പെട്ടികളിൽ വെക്കുന്ന ഐസുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? അമോണിയം ക്ലോറൈഡ്. മത്സ്യങ്ങൾ കേടുവരാതിരിക്കാനായി മത്സ്യങ്ങൾ ഇട്ടുവെക്കുന്ന പെട്ടികളിൽ ഉപയോഗിക്കുന്ന ഐസിൽ ഒരു രാസവസ്തു ഉപയോഗിക്കുന്നുണ്ട്. അത് അമോണിയം ക്ലോറൈഡാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.